പലപ്പോഴും നിങ്ങൾക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. എല്ലാവരും ഇപ്പം മാതാവിനെ കാണുന്നുണ്ടല്ലോ, എല്ലാവർക്കും മാതാവ് പ്രത്യക്ഷപ്പെടുന്നുണ്ടല്ലോ, അതുപോലെ ആയിരിക്കും ജോസഫച്ചന് പ്രത്യക്ഷപ്പെട്ടതെന്ന് ധരിക്കുന്നവരുണ്ട്. ഇറ്റ് ഇസ് നോൺ സെൻസ്. നിങ്ങൾക്ക് മാതാവിനെ കാണുന്നതും സ്വപ്നത്തിൽ കാണുന്നതും പ്രത്യക്ഷപ്പെടുന്നതുമെല്ലാം നിങ്ങളുടെ ഉടമ്പടിയുടെ പാക്കേജിൻ്റെ ഭാഗമാണ്. ഐ വിൽ കം വിത്ത് യു വെയറെവർ യു ഗോ. ഐസയ്യ നമ്മൾ 9:1 വായിക്കുന്നില്ല, നിങ്ങൾ എവിടെ പോയാലും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. പക്ഷെ കൃപാസനത്താരെ വന്നത് അതല്ല. കൃപാസനത്താരെ വന്നത് സമഘടികാരം നെഞ്ചിൽ ചാർത്തിയിട്ട് 10:8 സൂചി കാണിച്ചുകൊണ്ട് ദുരന്തമുണ്ടാകാൻ പോകുന്നത് പ്രാർത്ഥിക്കണമെന്ന് അവസാന കാലത്ത് പ്രകൃതിയുടെ നിറമായ സിൽവർ ഗൈരമ്മ പ്രത്യക്ഷപ്പെട്ടത് ആന്തർദേശീയ സഭയ്ക്കും ആഗോള സഭയ്ക്കും വേണ്ടിയുള്ള പ്രത്യക്ഷീകരണമാണ്. അത് പ്രൈവറ്റായിട്ടൊരു വ്യക്തിക്കുള്ള പ്രത്യക്ഷീകരണമല്ല. സഭ ഇത് പഠിക്കണം. എന്താണ് ക്ലോക്ക്, എന്താണ് 10:8, എന്താണ് സിൽവർ ഗിരെ, എന്താണ് ദുരന്തം, എന്താണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് സഭ പഠിക്കണം. അതിനാണ് നിങ്ങൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലണത്. അപ്പോൾ ആ ഒരു ബോധം നിങ്ങൾക്കുണ്ടാകണം. സഭ എത്രയും വേഗത്തിൽ പഠിക്കാനും പഠിച്ചിട്ട് ഇതിൻ്റെ ഉൾക്കാമ്പ് മനസ്സിലാക്കാനും സഭയ്ക്ക് അതാത് കാലത്ത് പ്രാദേശികമോ അന്തർദേശികമായോ വരുന്ന എല്ലാവിധ തകർച്ചകളെയും അതിജീവിക്കാൻ വേണ്ടി മരിയൻ ജീവിത രീതിയാകുന്ന ഉടമ്പടി സംസ്കാരത്തിലേക്ക് സഭ പുനഃക്രമീകരിക്കപ്പെടാൻ വേണ്ടി ഇടിമുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ. തിരുസഭയെ പരിശുദ്ധ അമ്മയ്ക്ക് പ്രതിഷ്ഠിച്ചു പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് രോഗമുള്ളിടത്ത് കൈകൾ വെക്കുക. ഉദരരോഗികൾ ഉദരത്തിൽ കൈവെക്കണം. ഉദരത്തിൽ സിസ്റ്റുള്ളവർ, ഉദ്ദേശം ഓപ്പറേഷൻ കഴിഞ്ഞവർ, ഉദ്ദേശം ഓപ്പറേഷൻ ചെയ്യാൻ പോകുന്നവർ, ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരും അതുപോലെ തന്നെ ചെയ്യുക. കൈകൾ വെച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ആന ചവിട്ടണ പോലെ നെഞ്ചത്ത് വേദനയും ഭാരമുള്ള വ്യക്തിയെ കർത്താവ് ഇപ്പം സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സ്തുതികട ഹല്ലേലൂയ. അതുപോലെ തന്നെ വലത് ബ്രസ്റ്റിന് സിസ്റ്റുള്ള മുഴയുള്ള ഓടിക്കളിക്കുന്ന മുഴയുള്ള വ്യക്തിയെ മകളെ കർത്താവ് പൂർണ്ണമായി സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സദയം തുടരേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഉദരവേദനയുള്ളവർ വയറ് കൈവച്ചുകൊണ്ടും ശ്വാസകോശ രോഗികൾ നെഞ്ച് കൈവച്ചുകൊണ്ടും സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവ്, നിന്റെ തിരുമുറുപാടുന്ന വലതുകരം, അനുഗ്രഹത്തിൻ്റെ അത്ഭുതകരം ഓരോ വയറിലും കർത്താവെ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ ശ്വാസകോശ രോഗികളെ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ നിങ്ങൾക്ക് ആവശ്യിക്കട്ടെ. ദൈവത്തിൻ്റെ കരുണ നിങ്ങൾക്ക് ആവശ്യിക്കട്ടെ. കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ വയറും നെഞ്ചും കഴുകട്ടെ. മാർഗ രോഗങ്ങൾ തീരാവേദികളെ യേശു ക്രിസ്തു പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. നടുവേദനയുള്ളവരെ, അതുപോലെ കിഡ്നിക്ക് അസുഖങ്ങളുള്ളവരെ നടുവിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. ഗർഭാശയ രോഗികളെ, അവൻ്റെ പീരീഡ്സ് റെഗുലർ അല്ലാത്തവരെ, മക്കളില്ലാത്തവരെ അടിവയറ്റ് കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. മുടി കൊഴിയുന്നവരെ, ശിരസ് രോഗികളെ, കണ്ണിന് കാഴ്ചക്കുറവുള്ളവരെ, ചെവിക്ക് കേൾവിക്കുറവുള്ളവരെ, തൊണ്ടയ്ക്ക് അസുഖങ്ങളുള്ളവരെ മുഖത്ത് കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. അത് ശക്തമായി സ്തുതിക്കട്ടെ. എല്ലാവരും സ്തുതിക്കട്ടെ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്ന കർത്താവ്, ഉദര രോഗികളെ, ശിസ്റ്റുള്ളവരെ, ഗർഭാശയ രോഗികളെ, മക്കളില്ലാത്തവരെ, നടുവേദനക്കാരെ, അതുപോലെ കിഡ്നി രോഗികളെ, കർത്താവ് ശിരസ് രോഗികളെ, കാഴ്ചക്കുറവുള്ളവരെ, കേൾവിക്കുറവുള്ളവരെ, മുടി കൊഴിയുന്നവരെ, ഉറക്കമില്ലാത്തവരെ, പ്രഷർ കൂടുന്നവരെ, യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ മാരക രോഗങ്ങളെ യേശു നാമത്തിൽ മാറിപ്പോകട്ടെ. പലതരത്തിലുള്ള സ്രാവ രോഗങ്ങളുള്ളവർ, ചെവിയിൽ നിന്ന് സ്രാവങ്ങളുള്ളവർ, നിർത്താത്ത ജലദോഷമുള്ളവർ, ശരീരം ചൂടാകുന്നവർ, ഉറക്കമില്ലാത്തവർ, പ്രഷർ കൂടുന്നവർ, അങ്ങനെ മൂത്രം അറിയാതെ പോകുന്നവർ, രക്തം പോകുന്നവർ, മലവും മൂത്രം അറിയാതെ പോകുന്നവർ,
അവരെല്ലാം അതാത് സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ നിൻ്റെ കൈകൾ വെച്ചുകൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് സൂക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. കർത്താവ് നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവ്, സ്രാവ രോഗികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, അത്തി ഉരുക്കമുള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, രക്തസ്രാവ രോഗികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന അറിയാതെ സ്രാവങ്ങൾ പോകുന്നവരെ, ഉറക്കത്തിൽ മൂത്രമൊഴിക്കുന്നവരെ, അങ്ങനെ എല്ലാവിധ സ്രാവങ്ങളെ കർത്താവ്, ജലദോഷമുള്ളവരെയും കർത്താവ്, ഒരു ബ്ലഡ് വന്നാൽ കർത്താവ് മുറിഞ്ഞാൽ കർത്താവ് ബ്ലഡ് നിൽക്കാതിരിക്കുന്നവരെ യേശു ക്രിസ്തുവിന് ഉന്നതമായ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ശ്രുതിക്കട്ടെ. പരമ ദിവ്യകാരുണ്യത്തിന് ത്വക്ക് രോഗങ്ങള്, ചിരങ്ങ്, ചൊറികള്, ചുണങ്ങുകള് ഉള്ളവരെ പ്രാർത്ഥിക്കുന്ന സമയമാണ്. അസ്ഥി ഉരുക്കമുള്ളവരെ, അതുപോലെ തന്നെ എല്ലിന് കേടുള്ളവരെ, പൊട്ടലുള്ളവരെ, റോഡ് ഇട്ടിരിക്കുന്നവരെ, സ്റ്റീൽ റോഡ് ഇട്ടിരിക്കുന്നവരെ, അപകടത്തിൽപ്പെട്ടു പോയവർ, കിടപ്പിലായിപ്പോയവർ, തലവാത രോഗികളെ, അങ്ങനെയുള്ള എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് അത് ഇടിമുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിലെ ത്വക്ക് രോഗികളെ, അസ്ഥി രോഗികളെ, അസ്ഥി ഒടിഞ്ഞു പോയവരെ, അസ്ഥി കൂടാത്തവരെ, മുറി കൂടാത്തവരെ, രക്തം വാർന്നുകൊണ്ടിരിക്കുന്നവരെ യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ, രക്തോട്ടം കർത്താവ് രക്തോട്ടം നിലക്കാത്തവരെ യേശു ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുറിച്ചടയാള ദൈവശക്തിയ സൗഖ്യം പ്രാപിക്കട്ടെ. തൈറോയിഡിന് അസുഖമുള്ളവരെ, ടോൺസൈറ്റ് അസുഖമുള്ളവരെ, സ്പോണ്ടിലോസിസ് അസുഖമുള്ളവരെ യഥാസ്ഥലങ്ങൾ കൈവച്ച് പ്രാർത്ഥിക്കുക. നടുവല്ല് തിരിഞ്ഞവരെ, കശേരുക്കുകൾ ഇടറിപ്പോയവരെ, കശേരി ഡെവിക്കുന്നവരെ, അതുപോലെ തന്നെ ഇടുപ്പിൻ്റെ അസുഖമുള്ളവരെ, ഇടുപ്പ് ഡിസ്ലൊക്കേറ്റ് ആയിപ്പോയവരെ അവിടെയെല്ലാം കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. പരിശുദ്ധ അമ്മ മാധ്യസ്ഥം വഹിക്കുന്ന സ്വർഗീയ നിമിഷങ്ങളാണ്. അമ്മയെ പരിശുദ്ധമ്മ ദേവമാതാവ്, പാങ്ക്രിയാസിൻ്റെ രോഗമുള്ളവരെ, ആന്തരികമായ ഓരോ രോഗങ്ങളുള്ളവരെ, കൈവെക്കാൻ പാടില്ലാത്തവരെ, തളർന്ന കിടപ്പിൽ നടക്കുന്നവർ, ഉറക്കമില്ലാത്തവർ, പ്രഷർ രോഗികൾ, ഷുഗർ രോഗികൾ ഇപ്പോൾ പ്രാർത്ഥിക്കട്ടെ. ശക്തമായി പ്രാർത്ഥിക്കട്ടെ, ശ്രുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ. ആരാധന, മഹത്വം, മഹത്വം, ആരാധന, ഹല്ലേലൂയ. ഇനിയിപ്പോൾ ഇതിന് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് വീടില്ലാത്തവരെ, സ്ഥലം ഇല്ലാത്തവരെ, ജോലിയില്ലാത്തവർ, വരുമാന മാർഗം മുട്ടിപ്പോയവർ, കടകമ്പോളങ്ങളും വ്യവസായ വ്യാപാരങ്ങളും ഒക്കെ അടഞ്ഞു പോയവർ, വലിയ ജപ്തി നടപടി ഭീഷണി നേരിടുന്നവർ, ലോണിന് അപ്ലൈ ചെയ്ത് കിട്ടാത്തവർ, സ്ഥലം വിൽക്കാൻ പറ്റാത്തവർ, വാങ്ങിക്കാൻ പറ്റാത്തവർ, വെച്ച വീടിൻ്റെ പണി ഇടക്കൊച്ച് നിന്ന് പോയവർ, മക്കളെ വിദേശത്ത് പോയവർ, അവർക്ക് ജോലിയാകാത്തവർ, ശമ്പളം കിട്ടാത്തവർ, ജയിലിലായി പോയവർ, പരീക്ഷ എഴുതിയവർ, വ്യത്യസ്തങ്ങളായ പരീക്ഷ ഇൻ്റർവ്യൂ ടെസ്റ്റും പാസ്സാകാൻ വേണ്ടി പരീക്ഷ എഴുതി കഴിഞ്ഞവർ, എഴുതാൻ പോകുന്നവരെ അവരെല്ലാവരും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സമയമാണ്. കുടുംബജീവിതത്തിൽ തകർച്ചയുള്ളവർ, വിവാഹം മോചനത്തിന് വേണ്ടി അപേക്ഷിക്കുന്നവർ, പിരിഞ്ഞു പോയവർ വീണ്ടും കൂടാൻ ആഗ്രഹിക്കുന്നവർ, അവരെല്ലാവരും കുഞ്ഞുങ്ങളില്ലാത്തവർ, ഉള്ള കുഞ്ഞുങ്ങൾ രോഗമുള്ളവർ, ഒരാൺകുഞ്ഞിനോ പെൺകുഞ്ഞിനോ വേണ്ടി പ്രത്യേകം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവർ അവരെല്ലാം സമർപ്പിച്ചുകൊണ്ട് ഇടിമുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ. Lord Jesus Christ, pour out His Spirit, touch the fire finger, suck with the precious blood, and authority of the Catholic Church, the power of Jesus Christ, with the baptism of Holy Priesthood, I bless and hallow you. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ സത്യാല മാർഗ തടസ്സങ്ങൾ, ജീവിത ദുരിതങ്ങൾ യേശു ക്രിസ്തുവിന് മതാവിൻ്റെ മധ്യസ്ഥയിൽ പൂർണ്ണമായി മാറട്ടെ. ശ്രുതിക്കട്ടെ. മൗനമായി പ്രാർത്ഥിക്കുക. അച്ഛൻ വിട്ടുപോയ കാര്യങ്ങൾക്ക് വേണ്ടി മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഈശോയുടെ ദിവ്യകാരുണ്യത്തോടെ മൗനമായി പ്രാർത്ഥിക്കുക.
ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിര സാക്ഷികളാക്കി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും സ്ഥാപനത്തെയും ഞങ്ങളായിരിക്കുന്ന എല്ലാ ഇടങ്ങളെയും ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യ നാഥൻ്റെ ആശീർവാദം ദൈവസ്നേഹത്തോടെ സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.